Hello students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് reconciliation of cost and financial accounts ആണ്. When cost accounts and financial accounts are maintained independently, the profit or loss shown by cost account may differ from that shown by the financial account. അപ്പോൾ ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കോസ്റ്റ് അക്കൗണ്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടും ഒന്നുകിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഈ കോസ്റ്റിംഗ് പ്രോഫിറ്റും ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ പ്രോഫിറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഇന്റഗ്രേറ്റഡ് അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് രണ്ടും പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, കോസ്റ്റ് അക്കൗണ്ട്സും അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന കോസ്റ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ വരുന്ന പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായേക്കാം. അപ്പൊ നമ്മൾ അത് റിക്കൺസിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സോ എ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് an accounting period in order to verify the correctness of cost and financial accounts. അപ്പോൾ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിംഗ് പീരീഡിന്റെ എൻഡില് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനും ആൻഡ് ടു എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ്, എന്തുകൊണ്ടാണ് ഈ കോസ്റ്റിംഗ് പ്രോഫിറ്റും ഫിനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് വന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് വരുന്നത്. നമ്മൾ പറഞ്ഞു കോസ്റ്റിംഗ് പ്രോഫിറ്റും ഫിനാൻഷ്യൽ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ. അപ്പൊ ഫസ്റ്റ് റീസൺ വരുന്നത് ഐറ്റംസ് ഷോൺ ഓൺലി ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ചില ഐറ്റംസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം വരുന്ന പ്യുവർലി ഫിനാൻഷ്യൽ എക്സ്പെൻസും ഉണ്ട്, പ്യുവർലി ഫിനാൻഷ്യൽ ഇൻകംസും ഉണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് പ്യുവർലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്. ഇതൊക്കെ ഫിനാൻഷ്യൽ ഐറ്റംസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം വരുന്നതാണ്. നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രീവിയസ് വീഡിയോയിൽ കോസ്റ്റ് ഷീറ്റ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ഡിബഞ്ചറോട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറോ ഫിക്സഡ് അസെറ്റ് വിറ്റതൊന്നും അതിൽ വന്നില്ലല്ലോ. അത് കോസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റ്ലി എന്തുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, അങ്ങനെയുള്ള എക്സ്പെൻസുകൾ. ഇനി അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റുകളും വരും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം വരുന്നത് ഇൻകം ടാക്സ് ഓൺ പ്രോഫിറ്റ്, then dividend shareholders, then bonus paid out of profit, അങ്ങനെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് വരും. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞൊക്കെ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന അതോ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഇൻകം കൂട്ടുന്ന ഐറ്റംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. നമുക്ക് ബാങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അതുപോലൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെന്റ് റിസീവ്ഡ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വരുന്ന ഇൻകംസ് ആണ്. Then transfer fee received, profit on sale of fixed assets, bad debt recovered, ഇതൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഈ ഐറ്റംസ് ഒന്നും തന്നെ കോസ്റ്റ് അക്കൗണ്ടിൽ വരാറില്ല. അപ്പൊ അതുകൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റും ഫിനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റും തമ്മിൽ വ്യത്യാസം വരാം. നെക്സ്റ്റ് വരുന്നത് ഐറ്റംസ് ഷോൺ ഓൺലി ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ഇനി ചില ഐറ്റംസ് എടുത്താല് കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം വരുന്ന ചില ഐറ്റംസ് ഉണ്ട്. അത് ആക്ച്വലി നമ്മൾ നോഷണൽ ചാർജസ് എന്ന് പറഞ്ഞ് പഠിച്ചു. അതായത് ആക്ച്വൽ ക്യാഷ് പേ ചെയ്യുന്നില്ല, പേരിന് മാത്രം നമ്മൾ കാണിക്കുന്ന എക്സ്പെൻസുകൾ കോസ്റ്റ് അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഓൺ ക്യാപിറ്റൽ യൂസ്ഡ് ഫോർ ബിസിനസ്. നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ മുതൽ മുടക്കുന്നു, അത് ബിസിനസ്സിലേക്ക് നമ്മുടെ സ്വന്തം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ ക്യാഷ് പേയ്മെന്റ് വരുന്നില്ല, അത് നോഷണൽ ആണ്, ആ പേരിന് മാത്രം വേണ്ടി കാണിക്കുന്നു. റെന്റ് ഓൺ ഓൺ ബിൽഡിംഗ്, സ്വന്തം ബിൽഡിങ്ങിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഫാക്ടറി വർക്ക് ചെയ്യുന്നത്, അതിന് നമ്മൾ റെന്റ് അതിൽ കണക്കാക്കുന്നു. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റെന്റ് കണക്കാക്കുന്നു. അതൊക്കെയും നോഷണൽ ആണ്, കോസ്റ്റ് ഷീറ്റിൽ മാത്രമാണ് അങ്ങനെയുള്ള ഐറ്റം വരിക. ഡിപ്രിസിയേഷൻ ഓൺ ഫുള്ളി ഡിപ്രിസിയേറ്റഡ് അസെറ്റ് സ്റ്റിൽ ഇൻ യൂസ്, ഇതൊക്കെയാണ് കോസ്റ്റ് ബുക്സിൽ മാത്രം വരുന്ന ചില ഐറ്റംസ്. നെക്സ്റ്റ് വരുന്നതാണ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. ഇനി വരുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമുക്ക് ആക്ച്വൽ വരുന്ന എക്സ്പെൻസുകളാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിലാണ്. അപ്പൊ നമുക്ക് ആക്ച്വലി എത്ര എക്സ്പെൻസ് വന്നു അതൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറ്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ട്സ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് ഇത്ര വരാം, ഇത്ര പെർസെന്റേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് വേജിന്റെ ഇത്ര പെർസെന്റേജ് ആയിരിക്കാം ഫാക്ടറി ഓവർ ഹെഡ്.
ദെൻ വർക്ക്സ് കോസ്റ്റിന്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കാം, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് ആ എസ്റ്റിമേറ്റഡ് ഫിഗറിന്റെ മുകളിലാണ് നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൂടുതൽ ചാർജ് ചെയ്തേക്കാം, അല്ലെങ്കിൽ കുറവായി പോകാം ചാർജ് ചെയ്യുന്നത്. ദെൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ. ഇനി കോസ്റ്റ് ബുക്കിലും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലും ചിലപ്പോൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിക്കാം. അതും നമുക്ക് ഇതുപോലെ തന്നെ പ്രോഫിറ്റ്, രണ്ടിന്റെയും പ്രോഫിറ്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാക്കും. ഡിഫറൻസ് ഇൻ ബേസിസ് ഓഫ് സ്റ്റോക്ക് വാല്യുവേഷൻ. ഇനി സ്റ്റോക്ക് വാല്യുവേഷൻ എടുക്കുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ് ഈസ് ടു ബി ടേക്കൺ. അതാണ് നമ്മുടെ റൂള്. ഏതാണോ വില കുറഞ്ഞത്, മാർക്കറ്റ് പ്രൈസ് ആണ് കുറവെങ്കിൽ അത് നമ്മൾ എടുക്കും, കോസ്റ്റ് പ്രൈസ് ആണ് കുറവെങ്കിൽ അത് എടുക്കും. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ മെറ്റീരിയൽ പ്രൈസിംഗിൽ ഡിഫറെന്റ് മെത്തേഡ്സ് പഠിച്ചു, ഫിഫോ, ലിഫോ, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് പഠിച്ചു. അപ്പൊ അവിടെയും നമുക്ക് സ്റ്റോക്ക് വാല്യുവേഷനിൽ വ്യത്യാസം വന്നു, അപ്പോഴും നമ്മുടെ പ്രോഫിറ്റിൽ മാറ്റം വരാം. അപ്പൊ നമ്മൾ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യം, അത് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആയാലും ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആയാലും നമ്മുടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും. എക്സ്പെൻസ് എത്ര കൂടുന്നുവോ അത്രയും നമ്മുടെ പ്രോഫിറ്റ് കുറയും. അത് നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ. നമുക്ക് ചെലവ് കൂടുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന പ്രോഫിറ്റ് നമുക്ക് കുറയുന്നു. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടും. നമുക്ക് എത്രത്തോളം സെയിൽസ് കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇൻകം കൂടി, അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് കൂടും. ആൻഡ് വൈസ് വേഴ്സ. നേരെ റിവേഴ്സും നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നമുക്ക് എക്സ്പെൻസ് ഒക്കെ എപ്പോഴൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ പ്രോഫിറ്റ് കൂടും. ദെൻ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും, താഴത്തേക്ക് വരും. ദെൻ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യും. ഈ ബേസിസ്, ആ ഒരു ബേസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിക്കൺസിൽ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റും കോസ്റ്റിംഗ് പ്രോഫിറ്റും നമ്മുടെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ എക്സ്പെൻസ് കൂടിയാൽ ആ പ്രോഫിറ്റ്, അവിടുത്തെ പ്രോഫിറ്റ് കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് മറ്റേ പ്രോഫിറ്റിനെയും, ഏതാണോ നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അതിനെയും ഇതിലേക്ക് വരുത്തണം. അപ്പൊ ഈ ബേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ദെൻ നമുക്ക് അതിന്റെ ഒരു മോഡൽ ഫോം നോക്കാം. നമ്മളിപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിനെ ബേസ് ആയിട്ടും ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിനെ ബേസ് ആയിട്ടും ചെയ്യാം. അതായത് കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ ബേസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റിനെ ബേസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. നമുക്ക് ഇവിടെ കോസ്റ്റ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ ബേസ് ആയിട്ട് എടുത്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് ബേസ്, നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും, നമ്മൾ ആ എമൗണ്ട് എടുത്ത് എഴുതുന്നു. ദെൻ എന്തൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടത് വരുന്നത്? ഓവർ റിക്കവറി ഓഫ് ഓവർ ഹെഡ്സ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ട്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ എക്സ്പെൻസ് കൂടിയാൽ പ്രോഫിറ്റ് കുറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഓവർ ഹെഡ്സ് കോസ്റ്റ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ചാർജ് ചെയ്തത് കൂടിപ്പോയി. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിന് എന്ത് സംഭവിച്ചു? നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞെടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ആ എത്ര എമൗണ്ട് ആണോ നമ്മൾ ഓവർ റിക്കവറി അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ നടത്തിയിരിക്കുന്ന ആ എമൗണ്ട് നമ്മൾ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ സിംപ്ലി ആ ലോജിക് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ എക്സ്പെൻസ് കൂടിയപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു. കോസ്റ്റ് അക്കൗണ്ട്സ്, നമ്മളിപ്പോൾ കോസ്റ്റ് അക്കൗണ്ടാണ് ഇവിടെ ബേസ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ്, നമ്മൾ കൂടുതലായിട്ട് ഓവർ റിക്കവറി കൂടുതൽ ചാർജ് ചെയ്തു. ഓവർഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് കൂടി, കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മുടെ എക്സ്പെൻസ് കൂടി. അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു പോയി. കോസ്റ്റ് അക്കൗണ്ടിൽ നമ്മുടെ എക്സ്പെൻസ് കൂടിയപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റുമായിട്ട് നമുക്ക് റീകൺസിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കോസ്റ്റിംഗ് പ്രോഫിറ്റിനോട് കൂടിയിട്ട് ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി, നമ്മൾ കൂടുതലായിട്ട് ചെലവ് കാണിച്ചു. അപ്പൊ ആ എമൗണ്ട് പ്രോഫിറ്റ് നമ്മുടേത് കൂട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആഡ് ചെയ്യണം. Then items credited in financial accounts only. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം ചിലപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടാവും. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ എന്ത് സംഭവിച്ചു? ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കിടക്കുകയാണ്, കോസ്റ്റ് അക്കൗണ്ടിൽ അത് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് വരും. ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ റിക്കൺസിൽ ചെയ്യാണ്. കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തണം. എന്താണ് ആ ഡിഫറൻസ്? രണ്ടും നമ്മൾ ഡിഫറൻസ് വരാണ്ടായ കാര്യങ്ങളെ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എത്തണം, ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തണം നമ്മുടെ റിസൾട്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ ചില ഐറ്റംസ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഇൻകം കൂടിക്കിടന്നു, അപ്പൊ പ്രോഫിറ്റ് കൂടിയേക്കാണ്.
അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിൽ അത് വന്നിട്ടില്ലല്ലോ, അപ്പൊ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞെടുക്കുകയാണ്. അപ്പൊ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ ആ എമൗണ്ട് ആഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റും കൂടും. Then higher value of opening stock in cost accounts. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കാര്യത്തിൽ അപ്പോൾ ഇത് പറയുമ്പോഴാണ് നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡിപ്രിസിയേഷൻ, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ 3 ഐറ്റംസ് ചിലപ്പോൾ നമുക്ക് 2 ബുക്കിലെയും വാല്യൂ തന്നിട്ടുണ്ടാവും. അതായത് കോസ്റ്റ് ബുക്കിലെയും വാല്യൂ തന്നിട്ടുണ്ടാവും, ഫിനാൻഷ്യൽ ബുക്കിലെയും വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് 2 ബുക്കിലെയും വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത് ഏത് ബുക്കിലാണ് കൂടുതൽ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ കോസ്റ്റ് ബുക്കുമായിട്ട് വെച്ചിട്ട് നമ്മൾ ഇപ്പൊ കമ്പയർ ചെയ്യുന്ന പോലെ കമ്പയർ ചെയ്യുക. ഏതിലാണ് കൂടുതൽ വന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ എക്സ്പെൻസ് കൂടിയോ പ്രോഫിറ്റ് കുറഞ്ഞോ എന്നത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് വേണം ആഡ് ചെയ്യാനും ഡിഡക്ട് ചെയ്യാനും. അപ്പൊ ഇവിടെ ഹയർ വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രോഫിറ്റ് കുറയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഓപ്പണിംഗ് സ്റ്റോക്കിന് ഹയർ വാല്യൂ എടുത്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അത് എടുക്കുന്തോറും നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞാണ് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിന് നമ്മൾ ഹയർ വാല്യൂ എടുത്തു. കോസ്റ്റ് അക്കൗണ്ട്സിൽ വാല്യൂ കൂട്ടി എടുത്തേക്കാണ്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് അത്രയും കുറഞ്ഞു പോയി. അപ്പൊ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു. Then lower value of closing stock in cost accounts. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൂടുന്തോറും പ്രോഫിറ്റ് കൂടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിച്ച് നോക്കിയേ. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ, ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് കിടക്കുന്നത്? ഇൻകം സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എടുത്തത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ദെൻ ഐറ്റംസ് ഡെബിറ്റഡ് ഇൻ കോസ്റ്റ് ബുക്സ് ഓൺലി. ഇനി കോസ്റ്റ് ബുക്കിൽ മാത്രം ചില എക്സ്പെൻസുകൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എക്സ്പെൻസ് കൂടുതൽ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തു എന്നാണ് എക്സ്പെൻസ് കൂടി. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ അതിനെ വീണ്ടും ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടുന്ന ഐറ്റംസ് എന്തൊക്കെ? അണ്ടർ റിക്കവറി ഓഫ് ഓവർ ഹെഡ്സ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ചിലപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ ഓവർ ഹെഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ എസ്റ്റിമേറ്റഡ് ഫിഗർ ആണ്. ചിലപ്പോൾ ആക്ച്വലി ആ ഓവർ ഹെഡ്സ് അതിനേക്കാൾ അധികം വന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മളിവിടെ കുറവ് ഓവർ ഹെഡേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് സംഭവിച്ചു? നമ്മൾ കുറവ് ഓവർ ഹെഡ് കാണിച്ചപ്പോ നമ്മുടെ പ്രോഫിറ്റ് കൂടി. എക്സ്പെൻസ് കുറവാ കാണിച്ചിരിക്കുന്നത്. കോസ്റ്റ് ബുക്സില് എക്സ്പെൻസ് കുറവ് കാണിച്ചപ്പോ കോസ്റ്റ് ബുക്കിന്റെ പ്രോഫിറ്റ് കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് ബുക്കിലെ ആ പ്രോഫിറ്റിൽ നിന്നും അത് ലെസ് ചെയ്യണം. കോസ്റ്റ് പ്രോഫിറ്റിൽ നിന്നും അത് ലെസ് ചെയ്യണം. എക്സ്പെൻസ് കുറഞ്ഞപ്പോ പ്രോഫിറ്റ് കൂടി. എക്സ്പെൻസ് കുറഞ്ഞപ്പോ പ്രോഫിറ്റ് കൂടി. അപ്പൊ ആ പ്രോഫിറ്റിനെ നമുക്ക് ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിനെ കുറക്കണം, താഴ്ത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിഡക്ട് ചെയ്യണം. ദെൻ ഐറ്റംസ് ഡെബിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓൺലി. ചില എക്സ്പെൻസുകൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രമേ ഡെബിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ആ അക്കൗണ്ട്സ് അത്ര കണ്ട് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് താഴത്തേക്ക് പോയി. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അവിടെ കൂടി. എക്സ്പെൻസ് കൂടിയപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് താഴത്തേക്ക് പോയി. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് ഇവിടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും അത് ഡിഡക്ട് ചെയ്യണം. ദെൻ ലോവർ വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ഇനി കോസ്റ്റ് അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എടുത്തപ്പോ അത് വില കുറഞ്ഞു പോയി. വില കുറഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ പ്രോഫിറ്റ് കൂടി. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ്, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വില കുറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഡിഡക്ട് ചെയ്യുന്നു. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് വരുമ്പോഴോ ക്ലോസിംഗ് സ്റ്റോക്കിന് കൂടുതൽ വാല്യൂ ഇട്ടു. ക്ലോസിംഗ് സ്റ്റോക്കിന് കൂടുതൽ വാല്യൂ ഇട്ടാൽ പ്രോഫിറ്റ് കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറക്കണം. അപ്പൊ കുറക്കാനായിട്ട് നമ്മൾ എമൗണ്ടിനെ ഡിഡക്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റിന്റെ എമൗണ്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ രണ്ടും തന്നിട്ടുണ്ടാവും. നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ നിന്ന് തുടങ്ങിയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റിലേക്ക് എത്തുന്നു. ദെൻ നമ്മൾ ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് വേണമെങ്കിൽ ബേസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. നമ്മളിവിടെ കോസ്റ്റ് അക്കൗണ്ട്സിൽ നിന്നാണ് ബേസ് ആയിട്ട് തുടങ്ങിയത്. ഈ ബേസ് വേണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്നും തുടങ്ങാം. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഡിഡക്ട് ചെയ്തതിനൊക്കെ ആഡ് ചെയ്യണം, നേരെ തിരിച്ചും ചെയ്യാം. ഐറ്റംസ് ആഡഡ് ഹിയർ വിൽ ഹാവ് ടു ബി ഡിഡക്റ്റഡ്. ഇവിടെ ആഡ് ചെയ്തതൊക്കെ നമ്മൾ ഡിഡക്ട് ചെയ്യണം. ദെൻ ഡിഡക്ട് ചെയ്തതൊക്കെ ആഡ് ചെയ്യണം, നേരെ തിരിച്ച് ചെയ്യണം. പക്ഷെ നമുക്ക് എപ്പോഴും പഠിക്കുമ്പോൾ ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ട്സുള്ള ബേസ് വെച്ച് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ദെൻ ഇനി ലോസ് ആണെങ്കിൽ നമ്മൾ ലോസിനെ മൈനസ് ഫിഗർ ആയിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റിക്കൺസിലിയേഷൻ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. The net profit of Veena Engineering Company appeared as 1,28,755.
കണ്ടോ? ഇൻ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പ്രകാരമുള്ള പ്രോഫിറ്റ്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് 1,28,755 ആണ്. Then on the same day the cost book showed a net profit of 1,72,400. കോസ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്നത് 1,72,400 ആണ്. ഇനി നമുക്ക് താഴെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ഒരു സ്റ്റേറ്റ്മെന്റ് ടു റിക്കൺസിൽ ദ പ്രോഫിറ്റ്, രണ്ട് ബുക്കിലെയും പ്രോഫിറ്റ് ഒന്ന് റിക്കൺസിൽ ചെയ്യണം, എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വന്നത് എന്ന് കാണിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. വർക്ക്സ് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഓവർ റിക്കവേർഡ്, ഓവർഹെഡ് ഇൻ എക്സസ്, ഓവർ റിക്കവേർഡ് ആണ് ഇൻ എക്സസ് എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷൻ റിക്കവേർഡ് ഇൻ കോസ്റ്റ് ബുക്ക്, കോസ്റ്റ് ബുക്കിൽ എത്ര ഡിപ്രിസിയേഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ എത്ര, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു. ഡിപ്രിസിയേഷൻ, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ 3 ഐറ്റംസ് ചിലപ്പോൾ 2 ബുക്കിലെ എമൗണ്ട് തരും. അപ്പോൾ നമ്മൾ 2 ബുക്കിലെ എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഏത് ബുക്കിലാണ് കൂടുതലെന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ കോസ്റ്റിങ്ങിനെ ബേസ് ആക്കി നിർത്തിയിട്ട് നമ്മൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ പ്രോഫിറ്റ് കുറയും, ദെൻ ഇൻകം ഇൻക്രീസ് ചെയ്താൽ പ്രോഫിറ്റ് കൂടും എന്നുള്ള ആ ഒരു തിയറി വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, കോസ്റ്റ് ബുക്കിൽ വന്നിട്ടില്ല, ഫിനാൻഷ്യൽ ബുക്കിലേ വന്നിട്ടുള്ളൂ ആ ഐറ്റം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്, അപ്പോൾ പ്രോഫിറ്റ് കൂടി. ലോസ് ഡ്യൂ ടു ഒബ്സർവൻസ്, ഫിനാൻഷ്യൽ ബുക്കിലെ എക്സ്പെൻസ് കൂടി. Then income tax provided in financial accounts, financial accounts income tax കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടി, പ്രോഫിറ്റ് കുറഞ്ഞു. ബാങ്ക് ഇൻട്രസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഫീ ക്രെഡിറ്റഡ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് വന്നു, പ്രോഫിറ്റ് കൂടി. സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ വീണ്ടും എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ലോസ് ഡ്യൂ ടു ഡിപ്രിസിയേഷൻ സ്റ്റോക്ക് വാല്യൂ, ഫിനാൻഷ്യൽ ബുക്സിൽ ഡിപ്രിസിയേഷൻ കൊണ്ട് സ്റ്റോക്ക് വാല്യൂ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ, സ്റ്റോക്ക് വാല്യൂവിൽ ഡിപ്രിസിയേഷൻ വന്നപ്പോൾ ലോസ് വന്നു, അപ്പോഴും അവിടെ എന്ത് സംഭവിച്ചു, പ്രോഫിറ്റ് കുറഞ്ഞു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ 2 കോളമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എഴുതാൻ ഒരു കോളം, ആഡ് ചെയ്യാനും ഡിഡക്ട് ചെയ്യാനുള്ള ഐറ്റംസ് എഴുതാൻ ഒരു കോളവും, ടോട്ടൽ എഴുതുന്ന ഒരു കോളവും. നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,72,400 ആണ്. 1,72,400. ഇനി നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് എടുത്ത് നോക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ തിയറി അനുസരിച്ചിട്ട് എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും, അതുപോലെ തന്നെ ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റും കൂടും എന്നുള്ള ആ ഒരു തിയറിയുടെ ബേസിസിൽ നമ്മൾ റിക്കൺസിലിയേഷൻ ആയിട്ട് ഓരോ ഏതൊക്കെ ആഡ് ചെയ്യണം, ഏതൊക്കെ ഡിഡക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഫസ്റ്റ് വരുന്നത് വർക്ക്സ് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ് ഇൻ കോസ്റ്റ് ബുക്സ്. വർക്ക്സ് ഓവർഹെഡിന്റെ കാര്യത്തിൽ എക്സ്പെൻസ് കുറവാണ് എടുത്തിരിക്കുന്നത്. എക്സ്പെൻസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, പ്രോഫിറ്റ് കൂടും. കോസ്റ്റ് ബുക്സിലെ എക്സ്പെൻസ് കുറഞ്ഞു. കോസ്റ്റ് ബുക്കായാലും ഫിനാൻഷ്യൽ ബുക്കായാലും നമ്മുടെ മെയിൻ ഐഡിയ അത് തന്നെ. എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും, എക്സ്പെൻസ് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടും. അപ്പൊ ഇവിടെ എക്സ്പെൻസ് എടുത്തത് കുറഞ്ഞു പോയി, അണ്ടർ റിക്കവേർഡ് ആണ്. കോസ്റ്റ് ബുക്സിലെ എക്സ്പെൻസ് എടുത്തത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ബുക്കിലെ പ്രോഫിറ്റ് കൂടിയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്, ഫിനാൻഷ്യൽ ബുക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ബുക്കിലെ പ്രോഫിറ്റ് കൂടിയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്, ആ കോസ്റ്റ് ബുക്കിൽ നിന്നും അതിനെ എത്ര രൂപയാണോ ആ നമ്മൾ അണ്ടർ റിക്കവറി ആയിപ്പോയത് അല്ലെങ്കിൽ കുറവ് വന്നിരിക്കുന്ന ആ എമൗണ്ടിനെ നമ്മൾ ഡിഡക്ട് ചെയ്യണം. അണ്ടർ റിക്കവറി ഓഫ് വർക്ക്സ് ഓവർഹെഡ്, കാരണം നമ്മുടെ പ്രോഫിറ്റ് കൂടി കിടക്കാണ്. നമുക്ക് കോസ്റ്റ് ബുക്കിലെ പ്രോഫിറ്റ് എക്സ്പെൻസ് കുറവെടുത്തപ്പോ പ്രോഫിറ്റ് കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറക്കണം, എങ്കിലേ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ കുറവെടുത്ത എക്സ്പെൻസിനെ നമ്മളിവിടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. സോറി, കുറവെടുത്ത എക്സ്പെൻസിനെ നമ്മൾ ഡിഡക്ട് ചെയ്തു. എക്സ്പെൻസ് കുറവെടുത്തപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടിപ്പോയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഫിറ്റിനെ കുറക്കണം. അതുകൊണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റിക്കവേർഡ് ഇൻ എക്സസ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എടുത്തപ്പോ 1,700 രൂപ കൂടുതലാണ് എടുത്തിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനേക്കാൾ. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ വരുന്നത് ആക്ച്വൽ എമൗണ്ട് ആണ്, പക്ഷെ ഇവിടെ കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ കൂടുതൽ എടുക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു പോയി. കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതൽ എക്സ്പെൻസ് ചാർജ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്യണം. നമ്മുടെ പ്രോഫിറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്യണം. ഓവർ റിക്കവറി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്.
ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിപ്രിസിയേഷൻ റിക്കവേർഡ് ഇൻ കോസ്റ്റ് ബുക്കും ഡിപ്രിസിയേഷൻ ചാർജ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും രണ്ടും തന്നിട്ടുണ്ട്. കോസ്റ്റ് ബുക്കിൽ 12,500 ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ 11,200. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഏതിലാണ് കൂടുതൽ നോക്കുക? കോസ്റ്റ് ബുക്കിലാണ് കൂടുതൽ. അപ്പൊ ഡിപ്രിസിയേഷൻ കൂടുതൽ ചാർജ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ബുക്കിലാണ്. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ബുക്കിലെ എക്സ്പെൻസ് കൂടി. അപ്പൊ എന്ത് സംഭവിക്കും? കോസ്റ്റ് ബുക്കിലെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. കോസ്റ്റ് ബുക്കിലെ എക്സ്പെൻസ് കൂടുമ്പോ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിനെ ഉയർത്തണം. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യണം ഡിപ്രിസിയേഷൻ ഓവർ റിക്കവേർഡ് ഇൻ കോസ്റ്റ് ബുക്ക്. ഡിഫറൻസ് വരുന്ന 1,300 രൂപയാണ്. 1,300 രൂപ ആഡ് ചെയ്യുമ്പോഴേ നമ്മുടെ പ്രോഫിറ്റ് അത്ര കണ്ട് കൂടുകയുള്ളൂ. നമ്മുടെ എക്സ്പെൻസ് കൂടിപ്പോയി, അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എമൗണ്ടിനെ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ബുക്ക്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് കോസ്റ്റ് ബുക്കിൽ വന്നിട്ടില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം വരുന്ന ഐറ്റമാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ആ ഇൻകം കൂടുമ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റിന് എന്ത് സംഭവിക്കും? ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടും. നോർമലി ഇൻകം കൂടുമ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടും. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റോ കുറഞ്ഞു കിടക്കാണ് ആ ഐറ്റം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ അതിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആഡ് ചെയ്യണം. 8,000 rupees നമ്മൾ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ലോസ് ഡ്യൂ ടു ഒബ്സൊലസൻസ് ചാർജ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഫിനാൻഷ്യൽ ബുക്സിലെ ലോസ്, ഒബ്സൊലസൻസ് കൊണ്ട് വന്നിരിക്കുന്ന ലോസ് ചാർജ് ചെയ്തിട്ടുണ്ട് 5,700. അഥവാ ലോസ് എക്സ്പെൻസ് കൂടി. എക്സ്പെൻസ് കൂടിയപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റിന് എന്ത് സംഭവിച്ചു? ഫിനാൻഷ്യൽ പ്രോഫിറ്റ് താഴത്തേക്ക് പോയി. ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടിക്കിടക്കാണ്. അപ്പൊ നമ്മള് കോസ്റ്റിംഗ് പ്രോഫിറ്റിനെയും താഴത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ നോക്കൂ, ലോസ് ഡ്യൂ ടു ഒബ്സൊലസൻസ് 5,700. 5,700 നമ്മള് കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ താഴത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ആ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻകം ടാക്സ് പ്രൊവൈഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം ഇൻകം ടാക്സ് ചാർജ് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ചാർജ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടിക്കിടക്കാണ്. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റിന്റെ അത്ര എത്തണമെങ്കിൽ നമ്മള് കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും അതിനെ ഇൻകം ടാക്സിനെ ലെസ് ചെയ്യണം. ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കാണ്. ടാക്സ് കൊടുത്തപ്പോ എക്സ്പെൻസ് കൂടിയപ്പോ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. നമ്മൾ ചെയ്യുന്നത് കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഡിഡക്ട് ചെയ്യണം. നെക്സ്റ്റ് വരുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. നമുക്ക് ഇൻട്രസ്റ്റ് സാധനങ്ങളൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം കൂടി. ഇൻകം കൂടുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടും. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി. അപ്പൊ പക്ഷെ കോസ്റ്റ് ബുക്കിൽ അത് കുറഞ്ഞു കിടക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കോസ്റ്റ് ബുക്കിലെ പ്രോഫിറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്ന ഐറ്റം സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഇതേപോലെ തന്നെ സ്റ്റോഴ്സിലെ അഡ്ജസ്റ്റ്മെന്റ്, പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻകം കൂടി, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി. അപ്പൊ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ അതിലേക്ക് എത്തിക്കാൻ നമ്മൾ അതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടുന്ന എല്ലാ ഐറ്റംസും, അപ്പൊ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഒരു ഹെഡിങ് എഴുതിയിട്ട് അതിലേക്ക് എല്ലാ ഐറ്റംസും എടുത്ത് എഴുതുക. ലെസ് ചെയ്യാനുള്ള ഒരു ഹെഡിങ് ഇടുക, എല്ലാ ഐറ്റംസും എഴുതുക. ദെൻ അതിന്റെ ടോട്ടൽ ചെയ്തിട്ട് ആ ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1,84,625 കിട്ടി. ദെൻ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം എഴുതിയിട്ട് നമ്മൾ അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് 1,84,625 അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1,28,755 കിട്ടി. നോക്കൂ, നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് നോക്കിയ 1,28,755. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നത്? ആ ഡിഫറൻസ് വന്ന ഐറ്റംസ് എല്ലാം നമ്മൾ റെഡിയാക്കി. നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇങ്ങനെയാണ് നമ്മൾ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്സ്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക്. Then factory on cost under recovered. ഫാക്ടറി ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റിംഗ് ബുക്കിൽ മാത്രം വരുന്ന ഐറ്റം ആണ്. അണ്ടർ റിക്കവേർഡ് ആണ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കുറവേ ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് കൂടും. എക്സ്പെൻസ് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടും. അതുകൊണ്ട് അത് നമുക്ക് ഓർമ്മ വേണം. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിക്കവേർഡ് ഇൻ എക്സസ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിന്റെ കേസിൽ കൂടുതലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി.
Then depreciation recovered in costing financial books. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബട്ട് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റിംഗ്. കോസ്റ്റിംഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഫിനാൻഷ്യലിൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫിനാൻഷ്യലിലെ പ്രോഫിറ്റ് കൂടി. ഇൻകം ടാക്സ് പ്രൊവൈഡഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഫിനാൻഷ്യൽ ബുക്സിൽ ഇൻകം ടാക്സ് ചാർജ് ചെയ്തു, അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ അതിലേക്ക് എത്തിക്കണം. Then next വരുന്നത് ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്. ഫിനാൻഷ്യൽ ബുക്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻകം കൂടി പ്രോഫിറ്റ് കൂടി. അപ്പൊ നമ്മുടെ കോസ്റ്റിനെയും നമ്മൾ അതിലേക്ക് എത്തിക്കണം. സ്റ്റോർസ് അഡ്ജസ്റ്റ്മെന്റ് ക്രെഡിറ്റഡ്. നേരത്തെ പോലെ തന്നെ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇൻകം കൂടി പ്രോഫിറ്റ് കൂടി. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ നമുക്ക് അതിലേക്ക് എത്തിക്കണം. പ്രോഫിറ്റ് കൂടി നിൽക്കുന്ന ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തിക്കണം. ഡിപ്രിസിയേഷൻ ഓഫ് സ്റ്റോക്ക് ചാർജ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഇനി സ്റ്റോക്കിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് 860 രൂപ. അപ്പൊ എക്സ്പെൻസ് കൂടി, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞേക്കാണ്. അപ്പൊ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരണം. ദെൻ ഡിവിഡൻഡ് അപ്രോപ്രിയേറ്റഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഡിവിഡൻഡ് അപ്രോപ്രിയേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ അത്രയും പൈസ പ്രോഫിറ്റ് കുറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റിനെയും കോസ്റ്റിംഗ് പ്രോഫിറ്റിനെയും അത്രയും കുറക്കണം. ലോസ് ഡ്യൂ ടു തെഫ്റ്റ് പിൽഫറേജ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ കുറച്ച് തെഫ്റ്റ്, മോഷണം പോയി, അങ്ങനെയുള്ള ലീക്കേജ് പോലുള്ളതൊക്കെ ആയിട്ട് കുറച്ച് എമൗണ്ട് കുറവ്, ലോസ് വന്നിട്ടുണ്ട്. അത് ഫിനാൻഷ്യൽ ബുക്സിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഫിനാൻഷ്യൽ ബുക്സിലെ എക്സ്പെൻസ് കൂടി, അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രോഫിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? താഴ്ത്തണം, ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റിനെയാണ് ബേസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിലെ ബേസ് പ്രോഫിറ്റ് 66,760. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസിന് വേണ്ടിയിട്ട് ആഡ് എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക. ഞാൻ 5-6 ഐറ്റംസ് എഴുതാനുള്ള സ്ഥലം ഇട്ടിട്ട് ലെസ് എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക. അപ്പൊ ആഡ് ചെയ്യേണ്ടത് എടുത്ത് ആഡ് ചെയ്യേണ്ടതിന്റെ നേരെ എടുത്തെഴുതുക. നമ്മൾ ഒരു ഇന്നർ കോളം ഉണ്ട്, ഒരു ഔട്ടർ കോളം ഉണ്ട്. ദെൻ ഇനി ഫാക്ടറി ഓൺ കോസ്റ്റ്, ഫാക്ടറി ഓവർ ഹെഡ് അണ്ടർ റിക്കവേർഡ് ഇൻ കോസ്റ്റിംഗ്. കോസ്റ്റിംഗില് കുറവേ എക്സ്പെൻസ് എടുത്തിട്ടുള്ളൂ, അണ്ടർ റിക്കവേർഡ് ആണ്. എക്സ്പെൻസ് എടുത്തത് കുറഞ്ഞു പോയി, അപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടിക്കിടക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറക്കണം. കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. എന്നാലും കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ താഴത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ കൂടിക്കിടക്കാണ്. എക്സ്പെൻസ് കുറഞ്ഞപ്പോൾ പ്രോഫിറ്റ് കൂടിക്കിടക്കുന്നു. അപ്പൊ അത് താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ലെസ് ചെയ്യുന്നു. Then administration overhead recovered in excess. കോസ്റ്റ് ഷീറ്റിലെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എടുത്തത് കൂടിപ്പോയി. അപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിന് എന്ത് സംഭവിച്ചു? കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പൊ നമ്മൾ പ്രോഫിറ്റിനെ കൂട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ പ്രോഫിറ്റ് കൂടുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. Then next വരുന്നത് ഡിപ്രിസിയേഷൻ റിക്കവേർഡ് ഇൻ കോസ്റ്റിംഗും ഡിപ്രിസിയേഷൻ ഇൻ ഫിനാൻഷ്യൽ ബുക്സും. ഒന്ന് 3,950, ഒന്ന് 3,616. ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് കൂടി നിൽക്കുന്നത് കോസ്റ്റിംഗ് ബുക്കിലാണ്. അപ്പൊ കോസ്റ്റിംഗ് ബുക്കിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തത് കൂടിപ്പോയി. കോസ്റ്റിംഗ് ബുക്കിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തത് കൂടുതലായി പോയി. അപ്പൊ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു പോയി. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടിപ്പോയപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അതിനെ കൂട്ടണം. ഡിഫറൻസ് 290 രൂപയാണ്. നമ്മളിപ്പോ പ്രോഫിറ്റ് ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബട്ട് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റിംഗ്. ഫിനാൻഷ്യൽ ബുക്സിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു മീൻസ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻകം ആണ്. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി, പക്ഷെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടാൻ ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 450. നെക്സ്റ്റ് വരുന്നത് ഇൻകം ടാക്സ് പ്രൊവൈഡഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഫിനാൻഷ്യൽ ബുക്സിൽ മാത്രമേ ഇൻകം ടാക്സ് ചാർജ് ചെയ്തിട്ടുള്ളൂ. ഇൻകം ടാക്സ് ആണ് എക്സ്പെൻസ് ആണ്. അപ്പൊ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? താഴത്തേക്ക് കൊണ്ടുവരണം. എങ്കിലേ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തുള്ളൂ. അപ്പൊ ഇൻകം ടാക്സിനെ നമ്മൾ ലെസ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്. ഫിനാൻഷ്യൽ ബുക്സിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു, അഥവാ ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ കൂട്ടണം. ആ ബാങ്ക് ഇൻട്രസ്റ്റ് കൊണ്ട് അതിനെ കൂട്ടിയാലേ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആഡ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് സ്റ്റോൾസ് അഡ്ജസ്റ്റ്മെന്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഇതുപോലെ തന്നെ സ്റ്റോൾസ് അഡ്ജസ്റ്റ്മെന്റ്സ് വന്നപ്പോൾ ഫിനാൻഷ്യൽ ബുക്സിൽ ക്രെഡിറ്റ് ആണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇൻകം കൂടി പ്രോഫിറ്റ് കൂടി. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് ബുക്കിൽ പ്രോഫിറ്റ് കുറഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തുള്ളൂ. Then depreciation of stock charged in financial books. ഇനി ഫിനാൻഷ്യൽ ബുക്സിൽ ഡിപ്രിസിയേഷൻ ഓഫ് സ്റ്റോക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഓൺലി ഇൻ ഫിനാൻഷ്യൽ ബുക്സ് പറഞ്ഞാൽ കോസ്റ്റ് ബുക്സിൽ വന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് സംഭവിച്ചു? ഫിനാൻഷ്യൽ പ്രോഫിറ്റില് ഡിപ്രിസിയേഷൻ ഓഫ് സ്റ്റോക്ക് ചാർജ് ചെയ്തു എന്നാൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബുക്കിലെ പ്രോഫിറ്റ് താഴത്തേക്ക് പോയി. അപ്പൊ നമ്മൾ കോസ്റ്റിംഗ് ബുക്കിലെ പ്രോഫിറ്റിനെയും നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ ഡിപ്രിസിയേഷൻ ഓഫ് സ്റ്റോക്ക് ചാർജ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നമ്മൾ ലെസ് ചെയ്യണം. ദെൻ ഡിവിഡൻഡ് അപ്രോപ്രിയേറ്റഡ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് അപ്രോപ്രിയേഷൻ നടത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രോഫിറ്റ് അത്ര കണ്ട് കുറഞ്ഞു, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ അത്രയും കുറക്കണം, എങ്കിലല്ലേ നമുക്ക് കോസ്റ്റിംഗ് പ്രോഫിറ്റും ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അത് ലെസ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ലോസ് ഡ്യൂ ടു തെഫ്റ്റ് പിൽഫറേജ്. ഫിനാൻഷ്യൽ ബുക്കിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കുറച്ച് മോഷണം പോയതും ലീക്കേജ് വന്ന് പോയതും ഒക്കെ ഫിനാൻഷ്യൽ ബുക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ലോസ് ഫിനാൻഷ്യൽ പ്രോഫിറ്റിനെ കുറച്ചു. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെയും നമ്മൾ കുറക്കണം, എങ്കിലേ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ടുന്ന എല്ലാ ഐറ്റംസും കൂടെ ടോട്ടൽ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ദെൻ ലെസ് ചെയ്യേണ്ടുന്ന എല്ലാ ഐറ്റംസും കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അതിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് 63,780. ഇതാ നോക്ക്, 63,780 നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടി. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ആക്ച്വൽ എക്സ്പെൻസ് ആണ് എടുക്കുന്നത്. ഇയർ എൻഡിങ്ങിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വൽ എക്സ്പെൻസുകളാണ് എടുക്കുന്നത്. നേരെ തിരിച്ച് കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസുകളാണ് എടുക്കുന്നത്. ആ ഡിഫറൻസ് നമ്മൾ എപ്പോഴും ഓർമ്മ വെക്കണം. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോട് കൂടി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിട്ട് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. In a factory, works overhead are absorbed at 60% of labor. അപ്പൊ വർക്ക്സ് ഓവർഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ലേബറിന്റെ 60%ഉം ഓഫീസ് എക്സ്പെൻസ് വർക്ക്സ് കോസ്റ്റിന്റെ 20%ഉം ആണ്. അപ്പോൾ ഈ ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ കോസ്റ്റ് ഷീറ്റ് നന്നായിട്ട് പഠിക്കണം. കോസ്റ്റ് ഷീറ്റിന്റെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചിട്ടില്ലാത്തവർ അത് കണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് വരിക. എങ്ങനെയാണ് നമ്മൾ വർക്ക്സ് കോസ്റ്റിലേക്ക് എത്തുന്നത്, പ്രൈം കോസ്റ്റ്, വർക്ക്സ് കോസ്റ്റ്, അങ്ങനെ ഓരോ കോസ്റ്റുകളിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാന്നുള്ളത്. അപ്പോൾ വർക്ക്സ് കോസ്റ്റിന്റെ 20% ആണ് ഓഫീസ് എക്സ്പെൻസസ്. ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ആസ് ഫോളോസ്. മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. ഇത് ആക്ച്വലി വന്ന ചാർജുകളാണ് ഈ തന്നിരിക്കുന്നത്, എസ്റ്റിമേഷൻ അല്ല. അപ്പൊ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉപയോഗിക്കുന്ന എമൗണ്ടുകളാണിത്. ദെൻ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസുകളാണ് 60% ഓഫ് ലേബർ. നമ്മുടെ വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്നത് ലേബറിന്റെ 60% ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വർക്ക്സ് കോസ്റ്റിന് 20%. അതൊക്കെ എസ്റ്റിമേറ്റ് ആണ്. അപ്പൊ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എസ്റ്റിമേറ്റ് ഉപയോഗിക്കും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വൽസ് ഉപയോഗിക്കും. 10% of the output is in stock and sales total up to 10,20,000. Then ഔട്ട്പുട്ടിന്റെ 10% സ്റ്റോക്കിലാണ്. ദെൻ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് 10,20,000 ആണ്. പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ആൻഡ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇതിന്റെ ബേസിസിൽ നോക്കണം. നമ്മൾ ഔട്ട്പുട്ടിന്റെ 10% സ്റ്റോക്കിൽ എന്ന് പറഞ്ഞാൽ വിൽക്കാത്ത ഫിനിഷ്ഡ് സ്റ്റോക്ക് കിടപ്പുണ്ട് 10%. ക്ലോസിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് 10% കിടപ്പുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. 10% ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഇൻ സ്റ്റോക്ക് മീൻസ് ഫിനിഷ്ഡ് ഗുഡ്സിൽ 10% വിൽക്കാണ്ട് കിടപ്പുണ്ട്. ദെൻ സെയിൽസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,20,000 ആണ്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം, റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ കോസ്റ്റ് ഷീറ്റ് മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ അറിയില്ലാത്തവര് പ്രീവിയസ് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ വീഡിയോയിലേക്ക് വരിക, കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എലമെന്റ് വൈസ് ആണ് ഐറ്റംസ് എഴുതുന്നത്. ആദ്യം നമ്മൾ ഡയറക്റ്റ് ഐറ്റംസ് എഴുതി പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കും. അതിനോടുകൂടി ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർഹെഡ് ആഡ് ചെയ്ത് വർക്ക്സ് കോസ്റ്റ് കണ്ടുപിടിക്കും. അതിനോടുകൂടി ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദെൻ അതിനോട് കൂടിയിട്ട് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. ദെൻ അവിടെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റിന്റെ സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ
വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഒക്കെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മള് മെറ്റീരിയൽ തന്നിട്ടുണ്ട് 4 ലക്ഷം, ലേബർ 3 lakhs തന്നിട്ടുണ്ട്. ഇതേ ഇവിടെ കോസ്റ്റ് ഷീറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ദെൻ ഫാക്ടറി ഓവർ ഹെഡും ഓഫീസ് എക്സ്പെൻസും നമുക്ക് എസ്റ്റിമേറ്റ് ആണ് എടുക്കേണ്ടുന്നത്. അപ്പൊ മെറ്റീരിയൽ ലേബർ എഴുതിയപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. ദെൻ ഫാക്ടറി ഓവർ ഹെഡ് പറഞ്ഞിരിക്കുന്നു 60% ഓഫ് ലേബർ 3 lakh ആണ്. അതിന്റെ 60% എന്ന് പറയുമ്പോൾ 1,80,000. അപ്പൊ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടി 8,80,000. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 20% ഓഫ് വർക്ക്സ് കോസ്റ്റ് ആണ്. വർക്ക്സ് കോസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. അതിന്റെ 20% ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. അപ്പൊ നമ്മൾ 20% കണ്ടുപിടിക്കുമ്പോൾ 1,76,000 കിട്ടും. ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 10% ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് വിൽക്കാതെ കിടക്കുന്നത് നമ്മുടെ ഒറിജിനൽ സ്റ്റോക്കിന്റെ 10% ആണ്. അപ്പൊ നമുക്കൊരു യൂണിറ്റ് ഒന്നും തന്നിട്ടില്ല, കോസ്റ്റേ ഉള്ളൂ. കോസ്റ്റ് 10,56,000 ആണ്. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 1,05,600 എമൗണ്ടിനുള്ളത് നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിടക്കാണ്. അപ്പൊ നമ്മൾ വിറ്റിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ലെസ് ചെയ്താലേ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അത് ഡിഡക്ട് ചെയ്യുന്നു, ഈ കോസ്റ്റിന്റെ 10%. അപ്പൊ നമുക്ക് 9,50,400 കിട്ടി. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ട് 10,20,000. ആ സെയിൽസ് എഴുതി, ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പൊ കോസ്റ്റ് ഷീറ്റ് പ്രകാരം നമ്മുടെ പ്രോഫിറ്റ് 69,600. ഇതിനെയാണ് നമ്മൾ ബേസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതായത് നമ്മൾ ആക്ച്വൽ ഫിഗേഴ്സ് ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിലാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കോസ്റ്റ് ഷീറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആക്ച്വൽ ഫിഗർ ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് മെറ്റീരിയൽ ഇത്ര, ലേബർ ഇത്ര, ദെൻ ഫാക്ടറി എക്സ്പെൻസ് ആണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ളൂ. ദെൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആദ്യത്തെ 3 ഐറ്റമാണ്. ഫാക്ടറി ഓവർ ഹെഡ് വരെ വരുള്ളൂ. ദെൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അപ്പോൾ നോർമൽ ട്രേഡിംഗ് അക്കൗണ്ട് പോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി എക്സ്പെൻസ് എടുത്തു. ദെൻ സെയിൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സെയിൽസ് 10,20,000. ദെൻ ഫിനിഷ്ഡ് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നു 10% ഓഫ് ദ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ എഴുതി സെയിൽസ് 10,20,000 എഴുതി. ഇനി 10% ഓഫ് ദ ഔട്ട്പുട്ട് എന്ന് ഇവിടെ പറയുമ്പോൾ കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നെത്തി. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്തി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 10% എടുത്തു. പക്ഷെ ഇവിടെ നമുക്ക് ആക്ച്വലി എത്ര കോസ്റ്റ് വന്നിരിക്കുന്നു, ആക്ച്വൽ കോസ്റ്റ് നമുക്കറിയാം. അപ്പൊ ആക്ച്വൽ കോസ്റ്റിന്മേലാണ്, അതായത് നമുക്ക് ആക്ച്വലി എത്ര വന്നു എന്നതിന്റെ ബേസിസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 lakhs പ്ലസ് 3 lakh പ്ലസ് 1,96,000. ഇതാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ്. ഈ ടോട്ടൽ കോസ്റ്റുകൾ 4 പ്ലസ് 3 പ്ലസ് 1,96,000. അപ്പൊ അത് നമുക്ക് 8,96,000 ആണ് കിട്ടുക. ടോട്ടൽ നമുക്ക് വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ അതിന്റെ 10% എന്ന് പറയുമ്പോൾ 89,600. ദെൻ നമ്മൾ സാധാരണ പോലെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്തു 2,13,600. ദെൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എടുത്ത് എഴുതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആക്ച്വലി ഉണ്ടായത് 1,70,000 ആണ്. അപ്പൊ നമ്മൾ അതെടുത്ത് എഴുതി. ഇപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി 43,600. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് 43,600. ദെൻ കോസ്റ്റ് ഷീറ്റ് പ്രകാരമുള്ളത് 69,600. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിഫറൻസ് വന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക 69,600. ഇനി നമ്മൾ ഐറ്റംസ് നോക്കാം. നമുക്ക് 2 ഐറ്റംസ് ആണ് ഉള്ളത് പ്രധാനമായിട്ടും, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും ഫാക്ടറി ഓവർഹെഡും. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂവിൽ 2 എണ്ണത്തിൽ 2 വാല്യൂ കിടക്കുന്നത്. നമുക്ക് വ്യത്യാസം വന്നിട്ടുള്ള ഐറ്റംസ് നോക്കൂ. ഫാക്ടറി എക്സ്പെൻസ് മാറ്റമുണ്ട്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് മാറ്റമുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൽ 2 എണ്ണത്തിലെ എമൗണ്ടുകൾ തമ്മിൽ മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെ എമൗണ്ടുകൾ മാറ്റമുണ്ട് അത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഫാക്ടറി ഓവർഹെഡിന്റെ കാര്യത്തിൽ നോക്കൂ. ഇവിടെ കോസ്റ്റ് ഷീറ്റിൽ 1,80,000 ആണ്. ദെൻ ഇവിടെ ആക്ച്വലി വന്നിരിക്കുന്നത് 1,96,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോ എന്താ ചെയ്തിരിക്കുന്നത്, കോസ്റ്റ് ഷീറ്റില് അണ്ടർ റിക്കവറി ആണ്.
കുറവേ കാണിച്ചിട്ടുള്ളൂ ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ എത്ര എമൗണ്ട് ആണോ അണ്ടർ റിക്കവറി വന്നിരിക്കുന്നത് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറവ് കാണിച്ചപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ലെസ് ചെയ്യണം. നമ്മുടെ പ്രോഫിറ്റ് കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ലെസ് ചെയ്യണം. ദെൻ പിന്നെ വന്നിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിന്റെ കാര്യത്തിൽ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രകാരം 1,76,000 കോസ്റ്റ് ഷീറ്റ് പ്രകാരം 1,76,000 ആണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിലാണ് 6,000 കൂടുതൽ വന്നിരിക്കുന്നത്. ഇവിടെ 1,70,000 ഉള്ളൂ. അപ്പൊ കോസ്റ്റ് ഷീറ്റില് കൂടുതൽ ഓവർ റിക്കവറി ആണ് കോസ്റ്റ് ഷീറ്റില്. അപ്പൊ അതിനനുസരിച്ചിട്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്നാലേ നമ്മുടെ പ്രോഫിറ്റ് ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തുള്ളൂ. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കൂ. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാര്യത്തില് കോസ്റ്റ് ഷീറ്റിലെ ക്ലോസിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,05,600 ആണ്. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലോ 89,600 ആണ്. അപ്പോ ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് അക്കൗണ്ട്സിൽ കൂട്ടി കാണിച്ചേക്കാണ്. കൂട്ടി കാണിക്കുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് അത്ര കണ്ട് കൂടുതൽ കിടക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടി കിടക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ താഴത്തേക്ക് കൊണ്ടുവരണം. കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടിക്കിടക്കുകയാണ്. അപ്പൊ അതിനെ താഴത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ എമൗണ്ട് ഡിഫറൻസ് വരുന്ന എമൗണ്ട് 16,000 ആണ്. ആ എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രകാരമുള്ള 43,600 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The following is the summary of trading and profit and loss account of Messrs. Devasura Enterprises Limited for the year end 31st December 2018. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അതിൽ വരുന്ന ഐറ്റംസ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, വേജസ് തന്നിട്ടുണ്ട്, ഫാക്ടറി എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസിന്റെ പ്രത്യേകത അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം വരുന്ന ഐറ്റം ആണ്. ഗുഡ്വിൽ റിട്ടേൺ ഓഫ് തന്നിട്ടുണ്ട്, ദെൻ സെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ യൂണിറ്റുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വരുന്ന ഐറ്റം ബൈ ഐറ്റം തന്നിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ നമ്മൾ കോസ്റ്റ് ഷീറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. വർക്ക് ഇൻ പ്രോഗ്രസ്സിന്റെ ഇവിടെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മാത്രമാണ് തന്നിരിക്കുന്നത്. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ്, ഡിവിഡൻഡ് തന്നിരിക്കുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം മാത്രമാണ്. The company manufactures a standard unit. In the cost accounts, the factory expenses have been allocated to the production at 20% on prime cost. അപ്പോൾ കോസ്റ്റ് ഷീറ്റിലേക്ക് നമ്മൾ ഫാക്ടറി എക്സ്പെൻസ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റിന്റെ 20% ആണ് എടുക്കേണ്ടുന്നത്. നമുക്കറിയാലോ, നമ്മൾ കോസ്റ്റ് ഷീറ്റിലെ എസ്റ്റിമേറ്റുകളാണ് എടുക്കുന്നത്. ആക്ച്വൽ എക്സ്പെൻസുകളാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ളത്. Administration expenses at 3 rupee per unit produced. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കോസ്റ്റ് ഷീറ്റിൽ എടുക്കുമ്പോൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തോ ആ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡുമ്പോ 3 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യേണ്ടുന്നത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് at 4 rupees per unit sold. സെയിൽസ് നടത്തിയത് എത്ര യൂണിറ്റ് ആണോ അതിന്മേൽ 4 rupees per unit ആണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ചാർജ് ചെയ്യേണ്ടുന്നത്. You are required to prepare a statement of cost and profit and to reconcile the profit disclosed with that shown in financial accounts. അപ്പോൾ നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, ദെൻ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യണം. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഈ ബേസിസിൽ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 3,25,600 ആണ്. ദെൻ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ദെൻ ഇതിനെ രണ്ടിനെയും തമ്മിൽ റിക്കൺസിൽ ചെയ്യാനുള്ള റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് കോസ്റ്റ് ഷീറ്റിലേക്ക് പോവാം. നമ്മുടെ കോസ്റ്റ് ഷീറ്റിന്റെ ആദ്യത്തെ ഭാഗം ഡയറക്റ്റ് മെറ്റീരിയൽസ്, ദെൻ ഡയറക്റ്റ് ലേബർ. പ്രൈം കോസ്റ്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മെറ്റീരിയലും ലേബറും. വേജസ് മീൻസ് ലേബർ. മെറ്റീരിയൽ 27,40,000 വേജസ് 15,10,000
10,000. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ പ്രൈം കോസ്റ്റ് ആയി. ഇനി പറഞ്ഞിട്ടുണ്ട് പ്രൈം കോസ്റ്റിന്റെ 20% ആണ് നമ്മുടെ ഫാക്ടറി എക്സ്പെൻസ് വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ആക്ച്വൽ ഫാക്ടറി എക്സ്പെൻസ് ആണ്. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എസ്റ്റിമേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കുമ്പോൾ പ്രൈം കോസ്റ്റ് 42,50,000, അതിന്റെ 20% എന്ന് പറയുമ്പോൾ 8,50,000. ദെൻ ഇവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കും വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. 1,20,000 കിടക്കുന്നുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ അത് അവിടെ ഡിഡക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടി 49,80,000. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. കോസ്റ്റ് ഷീറ്റ് പഠിച്ചിട്ടില്ലാത്തവർ അതിൽ പോയിട്ട് അത് പഠിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഇത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടി 49,80,000. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുവോ അതിന്മേൽ 3 per യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ചാർജ് ചെയ്യുക. അപ്പൊ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ആകെ 2 യൂണിറ്റ്സ് തന്നിട്ടുള്ളൂ. സെയിൽസ് യൂണിറ്റ് തന്നിട്ടുണ്ട്, ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമ്മൾ വിറ്റതും ഇപ്പൊ വിൽക്കാതെ കിടക്കുന്നതും. അപ്പൊ അതല്ലേ നമ്മുടെ ടോട്ടൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് ഓപ്പണിംഗ് തന്നിട്ടുണ്ടെങ്കിലല്ലേ അത് ഡിഡക്ട് ചെയ്യണ്ടു. ഓപ്പണിങ്ങിനെ കുറിച്ചൊന്നും നമുക്കിവിടെ യൂണിറ്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ടോട്ടൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? നമ്മൾ വിറ്റതും വിൽക്കാതെ കിടക്കുന്നതും അത്രയുമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. സോ 1,24,000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. ആ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഓരോന്നിന്മേലും 3 per യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1,24,000 into 3. അപ്പോൾ 3,72,000. ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 53,52,000 കിട്ടി. അത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്? 1,24,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. അപ്പോൾ നമുക്കിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടുന്നത്? 4,000 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വൽ ആണ്. ദെൻ കോസ്റ്റ് ഷീറ്റിൽ വരുന്നത് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഷീറ്റ് പ്രകാരം നമ്മൾ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടിട്ട് അത് കണ്ടുപിടിക്കണം. അപ്പൊ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കൂ. നമുക്ക് 1,24,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 53,52,000 ആണ് വേണ്ടി വന്നത്. അപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപ എങ്ങനെയാ കണ്ടുപിടിക്കുക? 53,52,000 ഡിവൈഡഡ് ബൈ 1,24,000. ദെൻ നമ്മുടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് ഉള്ളത് 4,000 യൂണിറ്റ്. അപ്പൊ ഇൻറ്റു 4,000 ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് കിട്ടും 1,72,645. അതാണ് നമ്മുടെ കോസ്റ്റ് ഷീറ്റ് പ്രകാരമുള്ള നമ്മുടെ ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ വാല്യൂ. അപ്പൊ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഗുഡ്സ് വിറ്റിരിക്കുന്നത് 1,20,000 യൂണിറ്റ് ആണ്. അതിന് നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് കിട്ടി. ഇനി നമ്മളോട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് പറഞ്ഞിരിക്കുന്നു 4 per യൂണിറ്റ് സോൾഡ്. യൂണിറ്റ് സോൾഡ് ഇവിടെ തന്നിട്ടുണ്ട് 1,20,000 ആണ്. അപ്പൊ 4 per യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1,20,000 into 4 എന്ന് പറയുമ്പോൾ 4,80,000. ഇപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഇനി സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് 60 lakhs ആണ്. അപ്പൊ നമ്മള് 60 lakhs എടുത്ത് എഴുതി. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആണ് ടോട്ടൽ കോസ്റ്റും സെയിൽസ് നമ്മുടെ ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പൊ കോസ്റ്റ് പ്രകാരം കോസ്റ്റ് ഷീറ്റ് പ്രകാരമുള്ള പ്രോഫിറ്റ് 3,40,645 നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം ഉള്ളത് 3,25,600 ആണ്. ഇനി നമ്മൾ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് എന്തുകൊണ്ട് ഡിഫറൻസ് സംഭവിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറൻസ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടറി എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിലൊക്കെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ദെൻ കുറച്ച് ഐറ്റംസ് ആകെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ എടുക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, അങ്ങനെയുള്ള ഐറ്റംസ് ആകെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എടുക്കും. ഡിവിഡൻഡ് റിസീവ്ഡ്, ഇവിടെ ഡിവിഡൻഡ് റിസീവ്ഡ് ഉണ്ട്. ഇതൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം എടുക്കുന്ന ഐറ്റംസ് ആണ്. അപ്പൊ ഈ ഐറ്റംസ് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കേണ്ടുന്നത്. അപ്പൊ നമ്മുടെ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. നമ്മൾ എപ്പോഴും കോസ്റ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് 3,40,645. ഇതിൽ നിന്ന് നമ്മൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരണം. അപ്പൊ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കുക. നമുക്ക് ഡിഫറൻസ് വന്നിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം. ഫാക്ടറി ഓവർഹെഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ് ഇവിടെ വന്നിരിക്കുന്നത് 8,30,000 ആണ്. കോസ്റ്റ് ബുക്ക് പ്രകാരം നമുക്ക് എത്ര വന്നിട്ടുണ്ട്? 8,50,000. അപ്പൊ ഫാക്ടറി ഓവർഹെഡ് ആക്ച്വലി 8,30 വന്നിട്ടുള്ളൂ, 8,30,000 വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെയോ
കോസ്റ്റ് ഷീറ്റിൽ 8,50,000. അപ്പൊ കൂടുതൽ വന്നു, എക്സ്പെൻസ് കൂടിപ്പോയി. അപ്പൊ പ്രോഫിറ്റ് എന്ത് ചെയ്തു? കോസ്റ്റ് ഷീറ്റിലെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റിനെ കൂട്ടണം. അപ്പൊ നമ്മൾ ആഡ് ചെയ്യണം. ഓവർ റിക്കവറി 20,000, അതായത് 8,50,000 മൈനസ് 8,30,000, 20,000 നമ്മൾ ആഡ് ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് വരുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. ഇവിടെ 3,82,400 ആണ്, സോറി 3,82,400 ആണ് ആക്ച്വൽ വന്നിരിക്കുന്ന എക്സ്പെൻസ്. കോസ്റ്റ് ഷീറ്റ് പ്രകാരം നമുക്ക് വന്നിരിക്കുന്നത് 3,72,000 ഉള്ളൂ. അപ്പൊ നമ്മൾ കുറവാണ്, കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ കുറവാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടും. കോസ്റ്റ് ഷീറ്റിൽ എക്സ്പെൻസ് കുറവെടുത്തപ്പോ പ്രോഫിറ്റ് കൂടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിനെ കുറക്കണം, ലെസ് ചെയ്യണം. ആ ഡിഫറൻസ് 3,82,400 മൈനസ് 3,72,000, 10,400 നമ്മൾ ലെസ് ചെയ്യണം. ഇനി നമുക്ക് വരുന്ന ഐറ്റം അടുത്ത വരുന്നത് സെല്ലിംഗ് ഓവർ ഹെഡ് ആണ്. സെല്ലിംഗ് ഓവർ ഹെഡ് ഇതിൽ 4,50,000 ആണ് ആക്ച്വൽ ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണ് നോക്കൂ, 4,80,000. അപ്പോ ഒന്നില് 4,50,000 ഒന്നില് 4,80,000, 30,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഏതിലാണ് കൂടിക്കിടക്കുന്നത്? സെല്ലിംഗ് ഓവർ ഹെഡ്. ഇവിടെ 4,80,000, ഇവിടെ 4,50,000. അപ്പൊ കോസ്റ്റ് ബുക്കിലെ എക്സ്പെൻസ് കൂടി എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കുറഞ്ഞു പോകുമ്പോൾ അതിനെ ഉയർത്തണം, എങ്കിലല്ലേ നമ്മൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തുള്ളൂ. കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു പോയി, അപ്പൊ നമ്മൾ അതിനെ ഉയർത്തി ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 30,000 ആഡ് ചെയ്തു. ഇനി നമുക്ക് വരുന്ന ഐറ്റംസ്, ഇപ്പൊ നമ്മൾ ഓവർ ഹെഡുകളെല്ലാം ചാർജ് ചെയ്തു. ഇനി നമുക്ക് വരുന്ന ഐറ്റംസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രം വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസ് ആണ് ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതിൽ വരുന്നില്ല. ഇതാ നോക്ക്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഗുഡ്വിൽ റിട്ടേൺ ഓഫ്, ഇതൊക്കെയും എക്സ്പെൻസ് ആണ്. ഇത് രണ്ടും, ഈ എക്സ്പെൻസുകൾ വന്നപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എന്ത് ചെയ്തു? എക്സ്പെൻസ് കൂടിയപ്പോൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മള് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടി നിൽക്കണം. അപ്പൊ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം? വീണ്ടും താഴത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ലെസ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസിനെയും ഗുഡ്വിൽ റിട്ടേൺ ഓഫിനെയും നമ്മൾ ലെസ് ചെയ്തു. ഇനി വരുന്നത് നമ്മുടെ ഡിവിഡൻഡ് റിസീവ്ഡ്. ഡിവിഡൻഡ് റിസീവ് ചെയ്തപ്പോ ഇൻകം ആണ്. ഇൻകം വന്നപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി. അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ്, സോറി, കോസ്റ്റിംഗ് പ്രോഫിറ്റിനെയും അതിലേക്ക് ഉയർത്തി കൊണ്ടുവരണം ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ നമ്മളിവിടെ ആഡ് ചെയ്തു. ഇനി നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കൂ, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നോക്കൂ. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ 1,60,000 ആണ് ആക്ച്വലി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം വരുന്നത്. ദെൻ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് 1,72,645 ആണ്. അപ്പൊ ആ ഡിഫറൻസ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഒരു സ്ഥലത്ത് 1,60,000, ഇവിടെ കുറവേ ഉള്ളൂ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടിക്കിടക്കുകയാണ്. കോസ്റ്റ് അക്കൗണ്ട്സില് ഈ ഡിഫറൻസ്, ഈ രണ്ട് എമൗണ്ട് തമ്മിലുള്ള ഈ ഡിഫറൻസ്, ഇത്രയും എമൗണ്ട് പ്രോഫിറ്റ് കൂടി, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൂട്ടിയിട്ടേക്കാണ്, അതുകൊണ്ട് പ്രോഫിറ്റ് കൂടി. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റിനെ, ഫിനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ അതിനെ ലെസ് ചെയ്യണം. അപ്പൊ നമ്മൾ അത് ലെസ് ചെയ്യാൻ എടുത്തെഴുതി, ആ ഡിഫറൻസ് എടുത്തെഴുതി. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം എഴുതി. ഇനി അതിനെ ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ലെസ് ചെയ്യേണ്ട എല്ലാ ഐറ്റംസും കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അത് എഴുതി നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റിലേക്ക് എത്താം. ഫിനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റ് 3,25,600. നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെയാണ് നമ്മൾ റിക്കൺസിലിയേഷൻ നടത്തുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ.